ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മധ്യമാവധി രാഗത്തിൽ ഒരു പാട്ട് നമുക്ക് നോക്കാം. അതേത് പാട്ടാണെന്ന്, എങ്ങനെ മധ്യമാവധി രാഗത്തിൻ്റെ സ്വരസ്ഥാനം എന്നാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മധ്യമാവധി രാഗത്തിൻ്റെ സ്വരസ്ഥാനം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മധ്യമാവധി രാഗം വന്ന് ജന്യരാഗത്തിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. അത് മേളകർത്ത രാഗത്തിൽ ഉൾപ്പെട്ടത് അല്ല. അപ്പോൾ ജന്യരാഗത്തിൻ്റെ പ്രത്യേകത, അതിൽ 7 സ്വരം മിക്കവാറും രാഗങ്ങളിൽ കാണാറില്ല. മിക്കവാറും എന്നല്ല, 7 സ്വരം അങ്ങോട്ട് പോകുമ്പോഴുണ്ടെങ്കിൽ പോലും അവരോഹണം വരുമ്പോൾ സ്വരം മാറും. ചില രാഗങ്ങൾ അങ്ങനെ, ചിലത് 5-ൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 7 സ്വരത്തിൽ കയറി വരും. അതാണ് ജന്യരാഗത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് മധ്യമാവധി രാഗം ജന്യരാഗത്തിൽ ആണെങ്കിൽ പോലും അത് പോകുന്നത് പോലെ തന്നെയാണ് തിരിച്ചു വരുന്നത്. അവരോഹണവും ആരോഹണവും ഒരുപോലെ തന്നെ 5 സ്വരമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടാ സ, ഷഡ്ജം, ശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, കൈശികി നിഷാദം, ഷഡ്ജം. പിന്നെ ഷഡ്ജം, കൈശികി നിഷാദം, പഞ്ചമം, ശുദ്ധ മധ്യമം, ശ്രുതി ഋഷഭം, ഷഡ്ജം. ഇങ്ങനെ വരുന്നു. പക്ഷേ ഈ പാട്ടിൻ്റെ അകത്ത് ഈ ഒരു ദൈവതം ഇടയ്ക്കൊന്ന് കയറി വരുന്നുണ്ട്. അത് വന്ന് കർണാടക സംഗീതത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അല്പപ്രയോഗം എന്നാണ് പറയുന്നത്. ടച്ച്, ഒരു 1 ടച്ച് അറിയാതെ ഇങ്ങനെ ഒരു ആക്സിഡൻ്റൽ നോട്ടായിട്ട് വരാറുണ്ട്. പക്ഷെ എങ്കിലും ഇത് മധ്യമാവധി രാഗത്തിൽ തന്നെ ഈ പാട്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇപ്പം ഹരിവരാസന. ഒറ്റ ഫിംഗർ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ ഈ ഫിംഗർ വെച്ച് കാണിച്ചിട്ട് വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഓർഡറായിട്ട് ഫിംഗർ എടുക്കുമ്പോൾ എപ്പോഴും അറിയാമല്ല, ഓർഡറായിട്ട് തന്നെ ഫിംഗർ എടുക്കാൻ. മിസ് ഇങ്ങനെ ഒരേ ഫിംഗർ വെച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സ്വരസ്ഥാനവും നോട്ടുകളും. അപ്പോൾ രാഗത്തിൻ്റെ പേരാണ് കൊടുക്കുന്നത്, രാഗം മധ്യമാവധി. ഈ മധ്യമാവധി രാഗത്തിൻ്റെ പ്രത്യേകത മിസ് കണ്ടോ. ഇതുണ്ട സ, രി, സി, ഡി. അതിനിവിടെ എന്താ വരേണ്ടത്? ഈ വരണം അല്ലേ. ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ, എഴുതിയിട്ടില്ല. എഫ് കഴിഞ്ഞ് ജി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ജി കഴിഞ്ഞ് എ വരും അല്ലേ. ഇവിടെ എ ഇല്ല. ബി ഫ്ലാറ്റ്, പിന്നെ സി. അപ്പോൾ ഇതാണ് 5 സ്വരം. സ, രി, മ, പ, നി. പിന്നെ സ നമ്മളെപ്പോഴും എടുക്കുന്നത് തന്നെ അല്ലേ, ഷഡ്ജം. അപ്പോൾ സരിമ പനിസയാണ്. അത് ഇത് വന്ന് ബി വന്ന് ഫ്ലാറ്റ് നോട്ട്. അപ്പോൾ ഇവിടെ ഇത് സൈൻ ഇട്ടിരിക്കുന്ന കണ്ടോ. അപ്പോൾ എഫ് മേജർ സ്കെയിലിനകത്തുനിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൈൻ ഇട്ടിരിക്കുന്നത്. ബി ഫ്ലാറ്റ് നോട്ട് വന്നാൽ ഡെഫിനറ്റ്ലി ഇവിടെ എഫ് മേജറിൻ്റെ ആ സൈൻ വന്നിരിക്കണം. പക്ഷേ ഞാൻ ഇവിടെ കൂടി ഇട്ട് കാണിച്ചതിൻ്റെ ആവശ്യം, ഇതിവിടെ ഉള്ളത് കൊണ്ട് ഇത് ഇവിടെ ആവശ്യമില്ല. പക്ഷേ ചില കുട്ടികളുടെ മിസ് മനസ്സിലാകുന്നതെന്ന് പറയുന്നതുകൊണ്ട് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബി ഫ്ലാറ്റ് ആവശ്യമായിട്ട് പിടിക്കണം. ബി ഫ്ലാറ്റ് നിങ്ങൾ വെള്ള നോട്ടെ പിടിക്കാതെ കറുത്ത നോട്ടിൽ തന്നെ പിടിക്കണം. ഓക്കെ. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ ഇതായിട്ടിരിക്കുന്ന കണ്ടോ, ആ ഹരിവരാസനം അങ്ങനെ ആ ഒരു ഇങ്ങനെ ഇരിക്കുമല്ലോ, നല്ല ഫീലോടുകൂടിയാണ് അത് ദാസേട്ടൻ പാടിയിരിക്കുന്നത്. ആ ഫീല് കൊണ്ടുവരുമ്പോൾ ഇവിടെ ദാ കയറി വരുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മധ്യമാവധി രാഗത്തിൽ ഇങ്ങനെ ഒരു സ്വരം ഇല്ല, അങ്ങനെ സ്വരസ്ഥാനവും ഇല്ല. പക്ഷേ ഈ പാട്ടിൽ അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ടിരിക്കുകയാണ്. അതിനെ ഇവിടെ ഇട്ടിരുന്ന ആക്സിഡൻ്റ് കണ്ടോ. ഇത് വരാൻ പാടില്ലാത്തതാണ്, എങ്കിലും വന്നിട്ടുണ്ട്. അതിനിങ്ങനെ ആക്സിഡൻ്റ് ഇടണമെന്ന് ആവശ്യമില്ല. അതിങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അതായിട്ട് എന്ന് വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊന്നും എടുത്ത് കാണിക്കണമെന്ന് ആവശ്യമില്ല. ഞാൻ ഓർഡറായിട്ട് പറഞ്ഞാൽ മതി. ചില കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാണിക്കുക. ഇവിടെ നമുക്ക് ദൈവതം, മധ്യമാവധി രാഗത്തിൽ ദൈവതം ഇല്ല കണ്ടോ, സരിമ പനിസ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല ഫീലോട് കൂടി തന്നെ ആ പാട്ട് പാടണം കേട്ടോ. അതൊരു അയ്യപ്പൻ കീർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ നല്ല ഫീലോട് കൂടി എടുത്ത് അത് പാടിക്കൊണ്ട് വായിക്കുക.
അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇതിനകത്ത് വല്ലതും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കണം കേട്ടോ.